ദേവരയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ധ്യാന പരിശീലനത്തിന്റെ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടമായെന്നും അതിന്റെ തുടർച്ച വേണമെന്നും ആവശ്യപ്പെട്ടു ഒത്തിരി പേര്. അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. ധ്യാനം എങ്ങനെ വേണം, ഏത് സമയം വേണം, എങ്ങനെയാ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്ത് പരിശീലിക്കാൻ സാധിക്കുന്ന ഒരു ധ്യാനത്തെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞു, വീണ്ടും ആവർത്തിക്കുന്നു, ധ്യാനം ഒരിക്കലും പഠിപ്പിച്ചു തരാൻ സാധിക്കില്ല. അതിലേക്കുള്ള വഴികൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിച്ചോളൂ, അങ്ങനെയൊക്കെ പറഞ്ഞു തരാനേ എനിക്ക് സാധിക്കും. എനിക്കെന്നല്ല കേട്ടോ, ആർക്കും. ചിലര് പറയാറില്ലേ, ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ധ്യാനിച്ചു അല്ലെങ്കിൽ ധ്യാനിക്കാറുണ്ട് എന്നൊക്കെ. അത് ധ്യാനം എന്നൊരവസ്ഥ നമുക്ക് ഒരിക്കലും അത് അളന്നെടുക്കാൻ സാധിക്കില്ല. ഒരു 10 മിനിറ്റ് ധ്യാനിക്കാനിരുന്നു, 15 മിനിറ്റ് ധ്യാനിക്കാനിരുന്നു, അങ്ങനെയില്ല. ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ അവിടെ സമയവും കാലവും ഒന്നുമില്ല. ആ ഒരു കൃത്യ സമയം, നമ്മൾ ഇത്ര സമയം നമ്മൾ ധ്യാനത്തിലായിരുന്നു എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതറിയാതെ സംഭവിച്ചു പോകുന്ന ഒരു അനുഭൂതിയാണ്. അതിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുന്ന, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അങ്ങനെ നമുക്ക് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിലെ ഒരു ധ്യാനം നമുക്ക് സ്വായത്തമാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായിട്ട്, ലളിതം മധുരം എന്നൊക്കെ പറയില്ലേ, ഏറ്റവും ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു കുഞ്ഞു ധ്യാനമാണ്. എന്നാൽ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു ധ്യാനമാണ് നമ്മൾ ഇന്ന് പഠിപ്പിക്കുന്നത്. ധ്യാനാവസ്ഥയില് നമ്മൾ എത്തുക എന്ന് പറയുന്നതിന് മുൻപ് ധാരണ എന്നൊരവസ്ഥയുണ്ട്. അതാണ് ശരിയായിട്ടും നമുക്ക് പരിശീലിപ്പിച്ചു കൊണ്ടുവരാൻ സാധിക്കുക. ധാരണ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ചിന്തിക്കുക, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് അതിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് സമയം ഇരിക്കാൻ സാധിച്ചാൽ അതാണ് ധാരണ. ഈ ധ്യാനത്തിന്റെ തൊട്ട് മുൻപുള്ള അവസ്ഥയാണ് അത്. ഈ ധാരണയിലേക്ക് നമുക്ക് പൂർണ്ണമായി വരാൻ സാധിച്ചാൽ ധ്യാനത്തിലേക്ക് കടക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കണ്ണടച്ച് വെറുതെ ഇരുന്നാ നമ്മൾ ഉറങ്ങിപ്പോവും, ഇല്ലേ? അങ്ങനെ ഉറക്കത്തിലും ഉണർവിലുമുള്ള ഇടയിലൂടെ പോകുന്ന ഒരവസ്ഥയിലൂടെയാണ് പലരും കടന്നു പോകുന്നത്. അതിനെയാണ് നമ്മൾ സുഖകരമായ അവസ്ഥയിൽ ഞാൻ ധ്യാനത്തിലായിരുന്നു എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ അത് ഉറക്കമാണ് കേട്ടോ, ഒരു പാതി മയക്കമാണ്, ഒരിക്കലും ധ്യാനാവസ്ഥയല്ല. പക്ഷെ ധ്യാനാവസ്ഥ സ്വായത്തമാക്കാൻ സാധിക്കും. അതുകൊണ്ട് അത് നമുക്ക് പരിശീലിക്കാം. ഞാൻ ഒരുപാട് പറഞ്ഞു നീട്ടുന്നില്ല. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെയാണെന്ന് വെക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞു, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വെറുതെ ചമ്മരം പടിഞ്ഞ് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ അതായാലും മതി. അതല്ല നിങ്ങൾക്ക് ഒരു കസേരയിലാണ് ഇരിക്കാൻ പറ്റുക എന്നുണ്ടെങ്കിൽ അങ്ങനെ. എവിടെയാണെങ്കിലും സ്വസ്ഥമായി ഇരിക്കുക എന്നുള്ളതാണ്. സ്വസ്ഥമായ ഒരു അന്തരീക്ഷം നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ സ്വസ്ഥമായ ഒരു അന്തരീക്ഷം തിരഞ്ഞെടുത്തു, നട്ടിൽ നിവർത്തിയിരുന്ന് കണ്ണുകൾ അടച്ച് നമുക്ക് ഏറ്റവും സ്വസ്ഥമായ രീതിയിൽ കുറച്ച് സമയം ചിന്മുദ്ര, 2 വിരലുകൾ, മുദ്ര വേണമെന്ന യാതൊരു നിർബന്ധവുമില്ല. എങ്കിൽ പോലും ചിന്മുദ്രയാണ് മുദ്രകളിലെ രാജാവ്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചിന്മുദ്ര പിടിച്ച് വെറുതെ നമ്മളിങ്ങനെ കണ്ണടച്ചിരിക്കാം. ഈ കണ്ണടച്ചിരിക്കുമ്പോ എന്താ സംഭവിക്കുക? നമ്മളിങ്ങനെ ഈ ലോകത്തില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും, ഇല്ലേ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ചിന്തകളെയൊന്നും നമുക്ക് ഇല്ലാതാക്കാനൊന്നും സാധ്യമല്ല. പക്ഷെ ആ ചിന്തകളെ നമുക്കൊന്ന് അടുക്കി പെറുക്കി വെക്കാം. നമ്മൾ നീറ്റായിട്ട് കുറേ തുണികൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിട്ടുള്ള അവിടെ നമ്മളിങ്ങനെ ഒതുക്കി വെച്ചാൽ കുറച്ചുകൂടെ നീറ്റ് ആവും, അല്ലെ? ഒരുപാട് സ്ഥലം ഉണ്ടാവും അവിടെ. അതുപോലെ നമ്മളിങ്ങനെ പരന്ന് കിടക്കുന്ന ഒരുപാട് ചിന്തകൾ, നല്ലതാവാം ചീത്തയാവാം, സന്തോഷം തരുന്ന ചിന്തയാവാം, സങ്കടം തരുന്ന ചിന്തയാവാം, ദേഷ്യം വരുന്ന ചിന്തയാവാം. ഈ ചിന്തകളെയൊക്കെ നമുക്കൊന്ന് ക്രോഡീകരിക്കാം, ഒന്ന് അടുക്കി പെറുക്കി വെക്കാം. അതാണ് നമ്മൾ ആദ്യം ചെയ്യുക. ആ ചിന്തകളെ മനസ്സിലിട്ട് ഇങ്ങനെ കുലുക്കി 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 ഒന്നിലേക്ക് കൊണ്ടുവരിക. ഒരുപാട് ചിന്തകളിൽ നിന്ന് ഒരേ ഒരു ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുകയാണ് ഇതിൽ ചെയ്യുന്നത്.
അതിനൊരു എളുപ്പ വിദ്യയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്യാം. അതിന് ഏറ്റവും എളുപ്പം എന്താ അറിയോ? മനസ്സിലെ ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് മനസ്സ് കാണുന്നില്ല, ഉണ്ടോ? ഇല്ല. അതിങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുകയാണ് ഇങ്ങനെ ലോകം മുഴുവൻ ചിന്തകളിലൂടെ. അപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ മൂക്കിന്റെ തുമ്പത്തേക്ക് ശ്രദ്ധിക്കുക, നാസികാഗ്രത്തിലേക്ക് നോക്കിക്കൊണ്ട് ഇരിക്കുക. എങ്ങനെ നോക്കണം? കണ്ണു തുറന്നതിലേക്ക് നോക്കാൻ പറ്റുമോ? അങ്ങനെയല്ല. കണ്ണുകൾ അടച്ചു പിടിച്ച് കൈകൾ ചിന്മുദ്ര പിടിച്ച് നാസികാഗ്രത്തിലേക്ക് മനസ്സുകൊണ്ട് നമ്മൾ ആ അഗ്രഭാഗത്തേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇരിക്കുക. ഇനി അത് എത്ര സമയം നമുക്ക് സാധ്യമാവും? കുറച്ച് സമയമൊക്കെ ഇരുന്നാൽ നമുക്ക് ബോറടിക്കും, ഇല്ലേ? അതല്ലെങ്കിൽ അപ്പോഴും നമ്മളെ ഈ നാസികാഗ്രത്തിലേക്കുള്ള ധാരണയും കവച്ച് നമുക്ക് ചിന്തകൾ ഇങ്ങനെ വരും. ഇനി ഈ നാസികാഗ്രം നമുക്ക് സാധ്യമാവുന്നില്ല എങ്കിൽ അടുത്തതായിട്ട് നമുക്ക് ഇരുപുരികങ്ങളുടെയും നടുവിലായുള്ള ആജ്ഞാചക്രത്തിന്റെ അവിടേക്ക് ശ്രദ്ധിക്കാം. കണ്ണുകൾ അടച്ച് ഇരുപുരികങ്ങളുടെയും നടുവിൽ നമ്മൾ പൊട്ട് തൊടുന്ന, നമ്മൾ ചന്ദനം തൊടുന്ന അവിടേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇരിക്കാൻ ശ്രമിക്കാം. ഇത് രണ്ടും സാധ്യമാവുന്നവരെ അതിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇത് രണ്ടും സാധ്യമാവുന്നില്ല എങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരാള് നമ്മുടെ കൂടെയുണ്ട്. ആരാണ്? നമ്മളുടെ ശ്വാസം, നമ്മളുടെ പ്രാണൻ. ഈ ശ്വാസം നമ്മൾ പതുക്കെ ഉള്ളിലേക്ക് എടുക്കുന്നതും അതിനേക്കാൾ സാവധാനം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക. കുറച്ച് സമയം നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ശ്വാസത്തിന് കൃത്യമായ ഒരു താളമുണ്ട്, ആ താളത്തെ അറിയാൻ ശ്രമിക്കുക. അത്രയും മതി. ഇനി കുറച്ചും കൂടെ ഡീപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈ ശ്വാസത്തെ നമുക്ക് എണ്ണം കൊണ്ട് ഒന്ന് അളക്കാം. അതായത് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് 1 2 3 4 ശ്വാസം ഇൻഹേൽ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആ എടുക്കുന്ന ദൈർഘ്യത്തെ 1 2 3 4 ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യാം. 1 2 ഹോൾഡ് ചെയ്തു. ഇനി നമ്മളത് പുറത്തേക്ക് വിടുമ്പോൾ വീണ്ടും കൗണ്ട് ചെയ്യാം. 1 2 3 4 5 6 7 8. ഇത്രയും ദൈർഘ്യം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതുപോലെ കൗണ്ട് ചെയ്യാം. അതായത് 1 2 3 പറ്റുന്നുള്ളൂ. 1 2 3 ശ്വാസം എടുത്ത് കഴിഞ്ഞു. 1 2 ഹോൾഡ് ചെയ്തു. 1 2 3 4 ശ്വാസം പുറത്തേക്ക് വിട്ട് കഴിഞ്ഞു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളിത് വായ കൊണ്ട് കൗണ്ട് ചെയ്യല്ല കേട്ടോ, മനസ്സിലാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ശ്രദ്ധയെ മറ്റു പലതിലേക്കും കൊണ്ടുപോവാതെ ഈ കൗണ്ടിങ്ങിലും ഈ ബ്രീത്തിങ്ങിലും മാത്രമായിട്ട് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റും. നമ്മുടെ ധ്യാന പരിശീലനത്തിന്റെ പ്രധാന ഉദ്ദേശം തന്നെ നമ്മുടെ ശ്രദ്ധയെ നമ്മളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്, അല്ലെ? നമ്മളെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിനെയാണ് നമ്മൾ ധ്യാനത്തിലൂടെ അറിയുന്നത്. അതുകൊണ്ടാണ് ധ്യാനം നമുക്ക് ഒരുപാട് നവ്യ അനുഭൂതികൾ നമുക്ക് സമ്മാനിക്കുന്നത്. മാത്രമല്ല നമ്മുടെ ബുദ്ധി തെളിയുന്നു, നമ്മുടെ ചിന്തകൾ തെളിയുന്നു, നമ്മുടെ മനസ്സിൽ ഒരു ക്ലാരിറ്റി വരുന്നു, നമ്മുടെ ചിന്തകൾക്ക് വ്യക്തമായ ഒരു വഴി ലഭിക്കുകയാണ് ധ്യാനത്തിലൂടെ സാധ്യമാവുന്നത്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് പല ചിന്തകളിലേക്ക് പോകുന്നതിന് പകരം ഈ ബ്രീത്തിങ് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാൻ സാധിക്കും. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ 1 2 3 4 then ഒന്ന് ഹോൾഡ് ചെയ്യുക. ജസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ്. 1 2 നിങ്ങൾക്ക് എത്രയാണോ പറ്റുക 1 2 3 ഓക്കെ, അത് മതി. അത് കഴിഞ്ഞ് പുറത്തേക്ക് വിടുന്ന സമയത്തും ഇതുപോലെ 1 2 3 4 5 എത്രയാണോ സാധിക്കുക അങ്ങനെ ചെയ്യാം. എന്തായാലും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു 1 2 ആണ് നമ്മൾ ഇൻഹേൽ ചെയ്യുന്നതെങ്കിൽ
അതിന്റെ ഇരട്ടിയാണ് നമ്മൾ പുറത്തേക്ക് വിടാൻ എടുക്കുന്ന സമയം. അങ്ങനെയാണ് അതിന്റെ ഒരു റേഷ്യോ വരുന്നത്. പൂർണ്ണമായും ഡിപ്പെൻഡഡ് ആണ് നമുക്ക്. എനിക്ക് എത്രയാണ് ശ്വാസത്തിന്റെ ഒരു ദൈർഘ്യം ഉണ്ടാവുക, അതിനനുസരിച്ചാണ് അതിന്റെ കൗണ്ട് വരിക. എങ്കിലും ഇത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, എത്രയാണോ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന കൗണ്ട് അതിന്റെ ഇരട്ടിയാണ് നമ്മൾ പുറത്തേക്ക് വിടുന്ന കൗണ്ട്. വളരെ സിമ്പിൾ ആയിട്ട് കുറച്ച് സമയം, ഒരു 10 മിനിറ്റ് സമയം അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് സമയത്തെ നിങ്ങൾ എണ്ണണ്ട. നിങ്ങൾക്കൊരു കുറച്ച് സമയം കംഫർട്ടബിൾ ആയിട്ട് സുഖകരമായ രീതിയിൽ, നമ്മുടെ ആസനത്തിന്റെ ഡെഫിനിഷൻ തന്നെ സുഖം, സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ഥിരം സുഖം ആസനം എന്നാണ്. സ്ഥിരമായും സുഖമായും നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ നിങ്ങൾ ഇരിക്കുന്നു. ആ കംഫർട്ടബിളിൽ നിന്ന് നല്ല ഒരു അനുഭൂതിയിലേക്ക് നിങ്ങൾ മാറുമ്പോഴാണ് ധ്യാനാവസ്ഥ നിങ്ങൾക്ക് കൈവരുന്നത്. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് എത്ര സമയം, ഏറ്റവും കുറച്ച് സമയം പറ്റുന്നുള്ളൂ, 5 മിനിറ്റേ സാധിക്കുന്നുള്ളൂ, അത് മതി. അതല്ല 10 മിനിറ്റ്, ഗ്രാജുവലി നിങ്ങൾ അത് കൂട്ടിക്കൊണ്ടുവരാം. അപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ധ്യാനമാണ് നമ്മൾ ഇന്ന് പരിശീലിച്ചത്. ഒരുപാട് ധ്യാനങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് ധ്യാനങ്ങൾ, മന്ത്രങ്ങള്, ജപങ്ങള്, ഫോട്ടോകള്, അങ്ങനെ ഒത്തിരി ഒരുപാട് ധ്യാനങ്ങൾ നമുക്ക് വിപാസന തൊട്ട് മന്ത്രങ്ങൾ ചൊല്ലുന്നത്, അങ്ങനെ പല തരത്തിലുള്ള ധ്യാനങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ലളിതമായ ഒരു ധ്യാന പരിശീലനമാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഞാൻ വീണ്ടും പറയുന്നു, ധ്യാനം എനിക്ക് പഠിപ്പിച്ചു തരാൻ നല്ല സാധിക്കുക, നിങ്ങൾക്ക് അതിലേക്കുള്ള ഒരു വഴികളാണ് മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായ ഒരു മനസ്സ്, ചിന്ത നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ നിങ്ങളെ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിലേക്ക് ഈശ്വരീയമായ ചൈതന്യം എന്ന രീതിയിൽ ഒരു വെളിച്ചം നിങ്ങളിലേക്ക് വരും. തീർച്ചയായും ധ്യാനം അത് സമ്മാനിക്കും. അതിലേക്ക് എത്താൻ നിങ്ങളെ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളായിട്ട് പറയണം കേട്ടോ, അപ്പോഴാണ് എനിക്കത് മനസ്സിലാവുള്ളൂ. പലരും എൻ്റെ ഇൻബോക്സിൽ വന്ന് പറയുന്നുണ്ട്. എൻ്റെ വീഡിയോയുടെ താഴെ തന്നെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ കൂടുതൽ പേർക്ക് അത് സഹായകമാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവരോടും സ്നേഹം. വീണ്ടും നമുക്ക് ധ്യാനത്തിന്റെ മറ്റൊരു ധ്യാനത്തെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരോടും സ്നേഹം. നന്ദി.